കോഴിക്കോട് മാവൂരിൽ ബസ് സ്റ്റാൻഡിന് പിൻവശത്തെ കടകളിൽ മോഷണം. ജ്വല്ലറിയുടെ പൂട്ട് തകർത്തിട്ടുണ്ട്. മാവൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി. സമീപത്തെ CCTV ക്യാമറ മറച്ച നിലയിലാണ്. CK വിജയൻ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. വിജയൻ, വലിയ തോതിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ട്. ജ്വല്ലറിയൊക്കെ കുത്തിത്തുറന്ന് മോഷണ ശ്രമം നടത്തിയോ, അതോ അവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങളടക്കം കവർച്ച ചെയ്തോ? മാധു, ഇല്ല, ഇതൊരു വലിയ രീതിയിലുള്ള മോഷണ ശ്രമമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം 2 കടകളിൽ മോഷണം നടന്നു. മൂന്നാമത്തേതൊരു ജ്വല്ലറിയാണ്. അതിൻ്റെ പൂട്ട് തകർത്തു, പക്ഷേ അതിൻ്റെ അകത്ത് കടക്കുകയോ മോഷണം നടത്തുകയോ ചെയ്തിട്ടില്ല. ഈ മോഷണം നടന്ന 2 കടകളിൽ ഒന്നൊരു മൊബൈൽ കടയാണ്. അവിടെ നിന്ന് ഒരു മൊബൈൽ ഫോൺ മോഷണം പോയി എന്നാണ് ഉടമ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത് ഒരു സ്റ്റേഷനറി പോലുള്ള പുസ്തകങ്ങളും അതുപോലെ ബാഗുകളൊക്കെ വിൽക്കുന്ന കടയാണ്. അവിടെ നിന്ന് 1000 രൂപ മോഷണം പോയി എന്നും പരാതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അവിടെ കടകളിൽ മോഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിയിട്ടുണ്ട്, ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തെളിവായി ആ പരിസരത്തുള്ള CCTV ക്യാമറകളെല്ലാം തന്നെ മറച്ചു വെച്ച നിലയിലാണ് കണ്ടത്. അതുകൊണ്ട് ഒരു ആലോചന നടത്തി വലിയ രീതിയിലുള്ള മോഷണം നടത്താൻ തന്നെ ആയിരിക്കാം ഇവർ ശ്രമിച്ചിട്ടുള്ളത്. രാത്രി 11:30-ക്ക് ശേഷമാണ് സംഭവം എന്ന് വ്യക്തമായിട്ടുണ്ട്. കാരണം ഈ മൊബൈൽ കട ഉടമ 11:30 വരെ ഈ കടയിലുണ്ടായിരുന്നു. രാത്രി നേരിയ മഴയുണ്ടായിരുന്നു. ഇതെല്ലാം ആയിരിക്കാം ഒരുപക്ഷെ അനുകൂലമായ സാഹചര്യങ്ങൾ. ഏതായാലും വലിയ മോഷണം നടന്നിട്ടില്ല.